ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ശ്രീ ഫാദർ ഫിലിപ്പ് കവീൽ തത്സമയം ചേരുകയാണ്. ഫാദർ ഫിലിപ്പ് കവീൽ, കത്തോലിക്ക സഭയ്ക്ക് താങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ വാർത്ത. വിശ്വസിക്കാൻ പോലും ആകാതെയാണ് കത്തോലിക്ക സഭാ വിശ്വാസികൾ. പാപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ പാപ്പയെ അനുസ്മരിക്കുന്നവർ എല്ലാവരും തന്നെ പറയുന്ന കാര്യം വ്യത്യസ്തനായ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ്. എന്താണ് താങ്കൾ അദ്ദേഹത്തിൽ കാണുന്ന വ്യത്യസ്തത? എല്ലാ പാപ്പമാരും ദീനാനുകമ്പയുള്ളവരും പാവപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചവരും അങ്ങനെ ചെയ്തവരുമാണല്ലോ. പക്ഷെ അവരിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എങ്ങനെയായിരുന്നു വ്യത്യസ്തനായത്? ഓരോരുത്തർക്കും അവരവരുടെ വ്യതിരിക്തതയുണ്ട്. പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ആധുനിക കാലഘട്ടത്തില് ഏറ്റവും ധീരനായ പിതാവായിരുന്നു. അദ്ദേഹം ദൈവഹിതമനുസരിച്ച് മനുഷ്യരോട് ഇടപെടുവാനും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുവാനും പ്രത്യേകം പരിശ്രമിച്ച ആളാണ്. അവഗണിക്കപ്പെട്ടവരെ, പുറന്തള്ളപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകളെ വളരെ പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്നത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ പാപ്പായുടെ വിയോഗത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ദുഃഖമുണ്ടെങ്കിലും ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സഭയും വിശ്വാസ സമൂഹവും കാണുന്നത്. കാലാകാലങ്ങളില് ദൈവം തന്റെ സഭയെ നയിക്കുവാൻ, ലോകത്തിൽ സഭയുടെ മൂല്യങ്ങള് പകർന്നു കൊടുക്കുവാൻ പര്യാപ്തരായ മാർപ്പാപ്പമാരെ ദൈവം തിരഞ്ഞെടുക്കുമെന്നാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്. ഈ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് ഈ മാർപ്പാപ്പ യാതൊരു സംശയവും കൂടാതെ പഠിപ്പിക്കുകയുണ്ടായി. ഫാദർ ഫിലിപ്പ് കവീൽ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ